ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായ ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വള്ളക്കടവ് ഹിദയത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് നമസ്കാരത്തിൽ പങ്കാളികളായത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളും ആലോചിക്കുന്നുണ്ടോ? സ്കൂൾ തുറക്കാറായില്ലേ? നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായ ബാഗുകൾ, കുടകൾ, ചെരുപ്പുകൾ, സ്കൂൾ ഷൂസ്, വാട്ടർ ബോട്ടിൽസ്, പെൻസിൽ ബോക്സസ്, വിവിധ തരം ബുക്സ്, ഇതൊക്കെ എവിടുന്ന് വാങ്ങുന്നതാണ്? എന്നാൽ ഒരാലോചനയും വേണ്ട കേട്ടോ. വണ്ടിപ്പെരിയാറിലെ 75 വർഷം സേവന പാരമ്പര്യമുള്ള ജനതാ ഫുഡ്വേഴ്സുണ്ടല്ലോ. അതെ, ഏറ്റവും മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ബാഗുകൾ, ചെരുപ്പുകൾ, കുടകൾ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഇനി എന്തിനാലോചിക്കണം? ജനതാ ഫുഡ്വേഴ്സ്, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശങ്ങളുടെ മൂല്യം ദൈനംദിനം ജീവിതത്തിലും പ്രസരിപ്പിക്കാനാകണം. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെ എന്ന് വള്ളക്കടവ് ഹിദയത്തുൽ ഇസ്ലാം ജമാഅത്ത് ഇമാം KM അബ്ദുൽ സലാം മൗലവി പറഞ്ഞു. ബലിപെരുന്നാൾ അർപ്പണ ബോധത്തിന്റെ ഒരു ത്യാഗത്തിന്റെയും ഒരു ദിവസമാണ്. അതായത് ബലിപെരുന്നാൾ എന്ന് പറയുന്നത് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം ഇസ്ലാമിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ്. ഇബ്രാഹിം ഇസ്ലാം സ്വന്തം അനുഗ്രഹമായി കിട്ടിയിരുന്ന മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ബലി നൽകാൻ വേണ്ടി തയ്യാറായി. ആ അർപ്പണ ബോധനം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം എന്നോണം സന്തോഷമറിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചതിൻ്റെ പേരിൽ ഒരു ആടിനെ അറുത്തുകൊണ്ട് അതൊന്ന് ഒഴിവാകാൻ പറയും. അതുപോലെ നാം ഓരോരുത്തർക്കും അള്ളാഹു തന്ന സമ്പത്ത് അത് അള്ളാഹുവിൻ്റെ എന്ന മാർഗത്തിൽ പാവങ്ങളായ സാധുക്കളായ ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ഒരു മൃഗത്തെ അറുത്ത് അതിനകത്ത് മാംസത്തെ എത്തിക്കുമ്പോൾ അത് കഴിക്കുന്നതിൽ കൂടെ അവർ അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ ആ സ്തുതികീർത്തനത്തിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് വന്നമായ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത അർപ്പണ ബോധത്തിൻ്റെ ഒരു ത്യാഗത്തിൻ്റെയും ഒരു ദിനമാണ് ബലിപെരുന്നാൾ. രാവിലെ 7 മണിയോടുകൂടി തന്നെ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിച്ചേരുകയും 7:30 തന്നെ പെരുന്നാൾ നമസ്കാരം നടക്കുകയും ചെയ്തു. പ്രാർത്ഥനയും ആലിംഗ ആശ്ലേഷണവും നടന്നു. തുടർന്ന് ഇതര മതവിശ്വാസികൾക്കും ബലിപെരുന്നാളിന്റെ ആശംസകൾ നേർന്നാണ് വിശ്വാസികൾ വീട്ടിലേക്ക് മടങ്ങിയത്. ഇതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിലെ വിവിധ പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.